അപ്പോൾ നമ്മുടെ രാജവെമ്പാലം നമ്മളിവിടെ നിർത്തിയിട്ട് നമ്മൾ നാഷണൽ പാർക്കിലേക്ക് പോകുന്നത് ബസ്സിലാണ്. ഇവിടുത്തെ ലോക്കൽ ബസ്സിലാണ് പോകാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അതായത് ട്രാൻസ്പോർട്ടിൽ പോകുന്നത് വേറൊരു രസമാണ്. നമുക്കൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. ഒരു 25 കിലോമീറ്റർ എന്നാണ് ഇവിടുന്ന് പറഞ്ഞത്. നല്ല സിറ്റിക്ക് നല്ല ടൈറ്റ് ക്രൗഡാണ്. പക്ഷെ എന്നാലും നമുക്ക് ഇവിടുത്തെ ഏറ്റവും ലോക്കലായിട്ടുള്ളൊരു ബസ്സിൽ കയറിയിട്ട് യാത്ര ചെയ്താൽ എങ്ങനെയുണ്ടാവും നോക്കാം. ഓക്കെ, പോലെ നമ്മൾ ബണ്ണേർഘട്ട നാഷണൽ പാർക്കിലേക്ക് പോവാണ്. ഇപ്പോൾ നമ്മൾ കയറിയിരിക്കുന്ന ലൈൻ ബസ്സിലാണ്. ലൈൻ ബസ്സിലൊന്ന് പോകാനൊരു ചെറിയൊരു പൂതി. ബാംഗ്ലൂർ വന്നിട്ടില്ല ഇവിടെ വന്ന് ഇവിടുത്തെ ലൈൻ ബസ്സിലൊന്ന് പോയി കഴിഞ്ഞാൽ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടാവും അല്ലേ? അതാണ് ഏറ്റവും ഒരു രസം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ലൈൻ ബസ് കയറി പോകുന്നത്. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ താമസിക്കുന്നിടത്ത് 25 കിലോമീറ്റർ ഉള്ളൂ. പക്ഷേ ഏകദേശം 2 മണിക്കൂറോളം വേണം. ഫുൾ ബ്ലോക്കാണ്. അപ്പോൾ ബ്ലോക്കിലൂടെ നമ്മൾ ലൈൻ ബസ്സിലൂടെയാണ് പോകുന്നത്. ശരിക്കും 5 രൂപ ചാർജ്. നമ്മുടെ നാട്ടിലാണെങ്കിൽ 50 രൂപ ഉണ്ടാവും. മിനിമം 10 രൂപ. അതെ, മിനിമം ചാർജ് 12 rupees. ഇവിടെ 15 രൂപ 3 ആൾക്ക് നാഷണൽ പാർക്ക് 25 കിലോമീറ്റർ ഓടാൻ. ഇവിടുത്തെ ചാർജ് കണ്ടില്ലേ? നമ്മുടെ നാട്ടിലെ ചാർജും ഇവിടുത്തെ ചാർജും. ഇവിടെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു 150 രൂപ ഉണ്ടാവും അല്ലേ? വളരെ കുറവില്ലേ? വളരെ കുറവ്. ഇപ്പം MG റോഡ് എത്തിക്കഴിഞ്ഞു. MG റോഡ് ഇതിപ്പോൾ ബസ് കംപ്ലീറ്റ് കാലിയായി കഴിഞ്ഞു. ഇപ്പം ഞങ്ങൾ മാത്രമേ ബസ്സിലുള്ളൂ. അവിടെ 2-3 പേര് വേറെ ഉള്ളൂ. ഇപ്പം എന്തായാലും അവിടെ എത്തിക്കണം. പിന്നെ അതുപോലെ തന്നെ റോഡ് ഭയങ്കര ക്രൗഡാണ്. അപ്പോൾ അവിടെ എത്തിയതും ഭയങ്കര ബിസിയായി. പിന്നെ ഞങ്ങൾക്ക് എല്ലാവരും കൂടെ സീറ്റ് കിട്ടി. അപ്പോൾ അങ്ങനെ ഇരുന്നിട്ടാണ് യാത്ര പോകും. അപ്പോൾ അടിപൊളിയാണ്. ബസ് യാത്ര ഒരു ആസ്വദിക്കേണ്ട പരിപാടി തന്നെയാണ്. ഇവിടെ പിന്നെ ചാർജ് കുറവായതുകൊണ്ട് എങ്ങനെയായിട്ട് വേണമെങ്കിലും പോവാം. അടിപൊളി കണ്ടാ ദിലീപ് പറഞ്ഞൊക്കെ നല്ല ഫോമാണ്. ഒന്ന് അടിച്ച് പൊളിക്കുകയാണ്. നാഷണൽ പാർക്കിൽ പോയിട്ട് മൃഗങ്ങളെയൊക്കെ പിടിച്ച് സൂപ്പാക്കാന്നുകൊണ്ടാണ് പ്ലാന്. പറ്റിയാൽ ഞങ്ങൾ കുക്ക് ചെയ്യും. അപ്പോൾ എന്തായാലും നമുക്ക് പോണ വഴിയൊക്കെ ഉണ്ട്. നമുക്ക് ഇനി അവിടെ എത്തിയിട്ട് കാണാം അല്ലേ? ബണ്ണേർഘട്ട ബയോളജിക്കൽ പാർക്കിലേക്ക് ഞങ്ങൾ എൻട്രി ചെയ്യാൻ പോകുന്നത്. ടിക്കറ്റ് കൗണ്ടർ ഇവിടെയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് എൻട്രി ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ സത്യത്തിൽ ഇവിടെ ഒരു ബസ് സ്റ്റാൻഡാണ്. ഈ ബസ് സ്റ്റാൻഡിൻ്റെ ബാക്കിലാണ് ഈ സംഭവം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കി തന്നെ കാണാം. ഇവിടെ ഇതിന് വേണ്ടി മാത്രമാണ് ബസ്സിൽ ആൾക്കാർ വന്നിട്ടാണ് ഇതിലേക്ക് എൻട്രി ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ഇവിടെ സൂ സഫാരി ഉണ്ട്. പിന്നെ അതേപോലെ സൂ പാർക്കും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം പോകുന്നത് സൂ സഫാരിയിലേക്കാണ്. അപ്പോൾ നമ്മുടെ പുറകിൽ കിടക്കുന്ന ബസ് അതിനുവേണ്ടി റെഡി ആയി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം പോയി ടിക്കറ്റ് എടുത്തിട്ട് വരണം. ടിക്കറ്റ് എടുത്തതിന് വന്ന ശേഷമാണ് ഇപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ 1 മണിക്കൂറോളം യാത്ര ഉണ്ടെന്ന് പറഞ്ഞ് ആ 1 മണിക്കൂറിൽ നിന്ന് നമുക്ക് അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാം വൈൽഡ് അനിമൽസിൻ്റെ ഇടയിലൂടെ. കാടിനകത്തിലൂടെ പുലിയും സിംഹവും കരടിയും എല്ലാത്തിൻ്റെ ഇടയിലൂടെ പോകാനാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഒരു പുലി ഉണ്ട് എങ്കിൽ കൂടി എത്രയും പെട്ടെന്ന് നമുക്ക് ടിക്കറ്റ് എടുത്ത് നമുക്ക് ആ വണ്ടികളിൽ പോയി യാത്ര ചെയ്യാം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. ടിക്കറ്റ് എത്ര റേറ്റ്? 990 3 ആൾക്കാർക്ക്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം 990 ടിക്കറ്റിൽ യാത്ര ചെയ്താൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. അപ്പോൾ നമ്മൾ സഫാരിയുടെ വെയിറ്റിംഗ് ഷെഡിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് ഇങ്ങനെ റെഡി ആയി നിൽക്കുകയാണ്. ഓരോരോ ബാച്ചായിട്ടാണ് ബസ്സുകൾ ഓരോരുത്തർ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒരു ബസ്സിൽ എത്ര 10 പേരെ 5 പേരാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ബാച്ചായിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് പേരുണ്ട് ഇവിടെ. അപ്പോൾ അതേപോലെ വെയിറ്റിംഗ് ഷെഡുകളും ഒരുപാട് ഒരുപാടുണ്ട്. ഒക്കെ വെയിറ്റിംഗ് ഷെഡാണ്. ഇവിടെ ഇഷ്ടംപോലെ ആളുകളുണ്ട്. വിളിച്ചു വാ. അപ്പോൾ നമ്മളിതാ ടിക്കറ്റൊക്കെ കൈ പിടിച്ച് ഏതാ ഗാഡി എന്ന് അറിയാൻ വേണ്ടി നമ്മളിങ്ങനെ ആകാംക്ഷയോടെ പോകുകയാണ്. നടന്നു പോകാൻ പറ്റുന്ന സൂ ഉണ്ടല്ലേ? പക്ഷേ അത് ഒരുപാട് ടൈം നടന്നു പോകാൻ പറ്റുന്ന സൂ ഉണ്ട്. പക്ഷെ നടന്നു പോകാൻ പറ്റുന്ന സൂ ഒരുപാട് ടൈമാവും. നമ്മളിപ്പോൾ എത്തിയപ്പോൾ തന്നെ ഏകദേശം 2 മണി 2:30 3 മണിയായി. ഇനിയിപ്പോൾ 5:30 വരെയാകുമ്പോഴേക്കും ക്ലോസ് ചെയ്യും. ഒരു ദിവസം മുഴുവൻ നടന്നാലും അത് കഴിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചാനൽ പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക് ആയതുകൊണ്ട് നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഇരിക്കാനുള്ള ഒരു അനുവാദം അവർ തന്നിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഇരുന്ന് കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യാനുള്ളൊരു അനുവാദം അവർ തന്നു. അപ്പോൾ അതൊരു ഭയങ്കര സംഭവമായി മാറി. കാരണം ഈ വണ്ടിയിൽ ഒരുപാട് തിരക്കുണ്ട്. 10-25 കൂടുതൽ ആൾക്കാരുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഫ്രണ്ടിൽ തന്നെ തന്നു. എടുക്കാൻ പോകുന്നു.
സാർ ദിനേഷ് ദിനേഷ് അണ്ണനാണ് അപ്പോൾ നമ്മുടെ വണ്ടി ഓടിക്കുന്നത് കേട്ടോ. Silence hello, all of you please silence hello. എങ്ങനെയൊക്കെ കണ്ടാ പറയില്ല. അടിപൊളിട്ടാ. ആദ്യം നമ്മൾ കണ്ടത് റെയിൻഡിയർ ആണ്, പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ കണ്ടത് പുള്ളിമാനാണ്. എല്ലാവർക്കും അറിയുന്ന പുള്ളിമാനാണ്. റെയിൻഡിയർ നല്ല ആരോഗ്യമുള്ളൊരു സംഭവത്തിനാണ് ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ടത്. ഇനിയിപ്പോൾ അടുത്ത എന്താണെന്ന് നോക്കാം. Elephant safari. അപ്പോൾ നമ്മൾ മാനിൻ്റെ ഏരിയ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്ത നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത് എലിഫന്റ്, ആനയുടെ സ്ഥലത്തേക്കാണ് എൻ്റർ ചെയ്യാൻ പോകുന്നത്. ഇത് ഭയങ്കര സംഭവം എന്ന് പറയുന്നത്. നമുക്ക് എത്ര പെട്ടെന്ന് നോക്കാം. ഇത് എൻട്രി ആയി കഴിഞ്ഞു. ആനകളുടെ ഏരിയയിലേക്ക് എത്തിയിരിക്കുന്ന സൂപ്പർ ആനകൾ. സൂപ്പർ സൂപ്പർ സൂപ്പർ. Elephant in there. आने के अंदर देखो भैया, वाटर इनसाइड एलिफेंट. Oh yeah, we want retribution. Oh yeah, we want retribution. Oh yeah, we want retribution. Yeah, we ran out of patience. Boil up with the cold hard hatred. I can feel the vibration. Feet in the streets, it's a new sensation. I wanna break faces on the pavement. I wanna make greatness look complacent. Adrenaline awakened, I can taste it. We can make an impact, grab and then take it. Like a disease, bring to their knees. They'll pay for their deceit. Just like a wind, spread into the streets. Time to make them bleed. 'Cause we just want retribution. Let's go light up the darkness. Make true of an empty promise. The friend where? The crowd is on the road. Like a disease, bring them to their knees. They'll pay for their deceit. Just like a wind, spread into the streets. Time to make them bleed. 'Cause we want retribution. 'Cause we want retribution. Oh yeah, we want retribution. Oh yeah, we want retribution. Oh yeah, we want retribution. Yeah, we ran out of patience. Boil up with the time to make them bleed. 'Cause we want retribution. 'Cause we want retribution. Oh yeah, we want retribution. Oh yeah, we want retribution. Oh yeah, we want retribution. Yeah, we ran out of patience. Boil up with the cold hard hatred. I can feel the vibration. Feet in the streets, it's a new sensation. I wanna break faces on the pavement. I wanna make greatness look complacent. Adrenaline awakened, I can taste it. We can make an impact, grab and then take
കുട്ട സണ്ണി കുട്ട എന്താ കിടക്കുന്നു സിംഗക്കുട്ടി ദൈവമേ ഇതാണ് സിനിമ കേട്ടാ ചാടി പിടിച്ച് അടിപൊളിയായിട്ട് പിടിക്കാൻ നമ്മളൊരു സിംഹത്തിൻ്റെ മടയിലേക്കാണ് എൻ്റർ ചെയ്തിരിക്കുന്നത്. ഒരു സിംഹം അവിടെ, ഒരു പെൺ സിംഹം അവിടെ ഇങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് സിംഹത്തിൻ്റെ മടയാണ്. സിംഗക്കുട്ടിയാണോ? ചാടുന്നുണ്ടിട്ടാ സത്യത്തിൽ ഇവിടെ വന്നപ്പോൾ ഭയങ്കര രസമാണ് ഈ ട്രിപ്പ്. കാരണം 1 മണിക്കൂറിൻ്റെ ട്രിപ്പാണിത്. 1 മണിക്കൂറിൻ്റെ ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വന്യമൃഗങ്ങളെയും വൈൽഡ് അനിമൽസിനെയും വളരെ അടുത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ട്രിപ്പാണ്. നിങ്ങൾ കഴിയുന്നതും ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ സഫാരി പാർക്കിൽ വന്ന് പോകണം. എന്നാലും അതിൻ്റേതായൊരു ആംബിയൻസ് നമുക്ക് കിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ കഴിയുന്നതും വണ്ടിയുടെ ഫ്രണ്ടിലിരിക്കാൻ നോക്കുക. ഫ്രണ്ടിലിരിക്കുമ്പോഴാണ് നമുക്ക് എല്ലാം നല്ല അടിപൊളിയായിട്ട് കിട്ടുള്ളൂ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സിംഹത്തിൻ്റെ പുലിയുടെയും ഇടയിൽ വന്ന സമയത്ത് എല്ലാ വണ്ടികളും ഇവിടെ വന്നിങ്ങനെ റഷായിട്ട് വന്നിരിക്കണം. അതുകൊണ്ട് അവർക്കും വളരെ ഡിസ്റ്റർബൻസ് ആയിട്ടാണ് അനുഭവപ്പെടുന്നത്. നമ്മുടെ ചേട്ടൻ 8 വർഷത്തോളമായിട്ട് ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണ്. നമുക്ക് എല്ലാം വളരെ അടിപൊളിയായിട്ട് കാണിച്ചു തന്നു. അപ്പോൾ സ്പെഷ്യൽ താങ്ക്സ്.
വണ്ടിയിലാണ് പോയി വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ സഫാരി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മുടെ ചേട്ടൻ വളരെ അടിപൊളിയായിട്ട് നമുക്ക് എല്ലാം കാണിച്ചു തന്നു. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെയും എല്ലാവർക്കും പാടി ഫുഡ്സ് ആൻഡ് ട്രാവൽ ടെക്കിൻ്റെ ബൈ ബൈ ബൈ. ലൈക്ക് പണ്ണ് ഷെയർ പണ്ണ്.